ഹലോ, ജോസ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മോർണിംഗ് വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നലെ കുതിർക്കാൻ വെച്ച കടലയാണ്, അത് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വേവ് വരുന്നത് വരെ വിസിലാക്കിയെടുക്കാം. അതിനുശേഷം അജ്മിയുടെ ഒരു പുട്ടുപൊടിയും പിന്നെ ഒരു ആട്ട പുട്ടുപൊടിയും സമം മാക്സിമം അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ശകലം ഉപ്പിട്ട് വിരവിയെടുക്കുന്നതാണ്. പുട്ട വയ്ക്കാനാണ് പോകുന്നത്. ഇത് ആട്ടപ്പൊടി മാത്രമായിട്ട് കുഴയ്ക്കുമ്പോൾ എനിക്ക് കട്ടയായിട്ടൊക്കെ പോകും. ഇങ്ങനെ ഇത് അജ്മി പുട്ടും കൂടി ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ മാക്സിമം ഒരു കട്ടയില്ലാതെ ഒതുങ്ങി പോകാനുള്ള പരിവായിട്ട് കിട്ടും. എനിക്ക് അങ്ങനെ തിന്നാനാണ് ഇഷ്ടം. എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. കട്ടയാകുമ്പോൾ തിന്നാനും പറ്റൂല, മടുത്തു പോകും പെട്ടെന്ന്. പിന്നെ കട്ടയില്ലാതെ എല്ലാം വിരവി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കടലയ്ക്കുള്ള മസാലകളൊക്കെ കൂട്ടാനുള്ള സവാള, തക്കാളി, പച്ചമുളക് എന്നിവയെല്ലാം നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്. അതിങ്ങനെ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ അരിയുമ്പോഴാണ് മാക്സിമം എളുപ്പം. അതിനുശേഷം നമുക്കിനി പുട്ട് വയ്ക്കാം. നല്ല കുതിർന്ന് വന്നതിന് ശേഷം പുട്ട് പരുവായിട്ടുണ്ട്. നമുക്ക് പുട്ട് വയ്ക്കാൻ വേണ്ടി ആവിയടുപ്പത്തിലേക്ക് വയ്ക്കാനാണ് ചെയ്യുന്നത്. ഇനി നമുക്കടുത്ത കടലയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വിരവി കൊടുത്ത് അതിനുശേഷം ഉള്ളി, പച്ചമുളക്, തക്കാളി അതിനോട് ശകലം ഉപ്പിട്ട് നല്ല വഴറ്റി നല്ലൊരു കുഴഞ്ഞ് കിട്ടുമ്പോൾ എടുക്കണം. അതിനുശേഷം ഞാൻ ചേട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെ ചമ്മന്തിയാണ് ആക്കുന്നത്. ചമ്മന്തി അരച്ച് വച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ച ഉള്ളിയും എല്ലാം കൂടെ വഴണ്ട് പരുവായിട്ടുണ്ട്. അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം വേവിച്ച് വെച്ച കടല നമ്മൾ അതിലോട്ട് ആക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് മസാല കൂട്ടും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കടല വേവിച്ച വെള്ളമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ വെള്ളം അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വെള്ളം മതി അതിൽ ചേർക്കാൻ വേണ്ടി. ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് പാകമാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ആഹാരമൊക്കെ ആക്കിയിട്ടിട്ട് പുട്ട്, കടലക്കറി, മുട്ട, ഇനി അടുത്ത ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകുന്നതാണ്. കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു വഴിക്ക് നമ്മളത് ചെയ്യുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒരു സപ്പോർട്ടെങ്കിലും ചെയ്യണം.